hear from this person. Yes, the one and only Blue Diamond, one and only Dr. M. Mohanal. Very true, ladies and gentlemen. And sir, it is indeed a pleasure to share the stage with you. And they're all super excited. Are you excited to listen to him? See, your energy pora, because it's not just him. Blue Diamond vanu. This is a very special moment. And അടുത്തത് സ്റ്റേജിൽ വരാൻ പോകുന്ന someone super special. നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരാളാണ്. And he's coming back to Kerala after 10 long years. അപ്പോൾ ഇപ്പോഴേ നമ്മൾ എനർജി സ്റ്റാർട്ട് ചെയ്യണം. So, are you excited? Yes. So, sir, we are super excited to listen to you. Over to you. Thank you. Yes, good evening. Thank you, most respected Kailash sir, Salil sir, Alok sir, then Sunil sir, our management, then RM Bobby sir, Giri sir, then all my diamonds, my chunks diamonds, all UTC leaders, then ITC, CTC, RTC, but എല്ലാ റാങ്കച്ചീവേഴ്സും ഇനി വരാൻ ഫ്യൂച്ചറിലെ എല്ലാ കോടീശ്വരന്മാർക്കും എൻ്റെ നമസ്കാരം. വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം. കാരണം ആദ്യമായിട്ട് കമ്പനി അനൗൺസ് ചെയ്ത ബ്ലൂ ഡയമണ്ട് എന്ന റാങ്കിൽ ആദ്യമായിട്ട് എന്നെ തന്നെ എനിക്ക് അംഗീകാരം ആദ്യമായിട്ട് സ്റ്റേജിൽ കിട്ടിയതിൽ എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. താങ്ക് യു. എന്നോട് പരിചയപ്പെടുത്തി എൻ്റെ പേര് മോഹനൻ. എന്നോട് എക്സ്പീരിയൻസ് പറയാനാണ് പറഞ്ഞത്. കാരണം എക്സ്പീരിയൻസ് പറയാന്ന് പറയുമ്പോൾ ഞാൻ ഇൻഡസ്ട്രിയിൽ ഈ മാനേജ്മെന്റ് കൂടെ 23 വർഷമായി. ഈ 23 വർഷത്തിലെ എക്സ്പീരിയൻസ് പറയാൻ 23 വർഷം എനിക്ക് പോരാ, 46 വർഷം വേണം. അത്രയും നല്ല മെമ്മറിയും അത്രയും നല്ല എക്സ്പീരിയൻസ് എനിക്ക് മാനേജ്മെന്റിൽ കൊടുക്കുന്നത്. ചുരുക്കമായിട്ട് പറയാം, നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, ഈ ബിസിനസ്സിലോട്ട് കടന്നുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത്, എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരുടെ കഥയല്ല, എന്റെ കഥ തന്നെയാണ്. എനിക്ക് എന്റെ കഥ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ പ്രവർത്തിച്ച പോലെ നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഈ ബാങ്കിൽ എനിക്കറിയാം, ഉച്ചയ്ക്ക് മുതൽ കാലത്ത് നിങ്ങൾ എല്ലാവരും കാസർഗോഡ് മുതൽ കന്യാകുമാരിയുടെ അറ്റം വരെ ആ പാറശാലയിൽ നിന്നും തലേ ദിവസം രാത്രി പുറപ്പെട്ട് ഇവിടെ വന്ന് കാലത്ത് 7 മണി മുതൽ ക്യൂ നിന്ന് ഭക്ഷണം പോലെ നേരെ കഴിക്കാൻ പറ്റാതെ ആ ഡൈനിങ് ഹാളില് AC ഇല്ലാതെ ഫാൻ ഇല്ലാതെ വെള്ളവും കിട്ടാതെ അത്രയും കഷ്ടപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളെല്ലാം നാളത്തെ കോടീശ്വരന്മാരാകാൻ പോകുന്ന തയ്യാറെടുപ്പാണ് നിങ്ങളുള്ളതാണ്. നിങ്ങളോട് പറയാണ്, ലാസ്റ്റ് ഇരിക്കുന്നവരോട് പറയാണ്, ഈ ബിസിനസ് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നാളെ നിങ്ങൾ അവിടെ ഇരിക്കുകയല്ല, അവിടെ ഇരുന്ന് ഞങ്ങളെ കേൾക്കുമ്പം ഈ സ്റ്റേജിൽ വന്ന് ഇരിക്കണം എന്നുള്ള ആ ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങളെ ചുരുക്കത്തിൽ ഞാൻ പറയുന്നു, ഈ ബാക്കിൽ ഇരിക്കുന്ന എല്ലാവരും ഇനി ഇവിടെ ലീഡേഴ്സ് എല്ലാം പറഞ്ഞ പോലെ അടുത്തൊരു വർഷം 2026 നെക്സസ് എന്നൊരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഷൂട്ടിട്ടുകൊണ്ട് ബാരിക്കേഡിനകത്തോട്ട് എല്ലാവരും വരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഈ മൈനക്സ്റ്റ് മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരെല്ലാം മനുഷ്യരാവുന്നവരല്ല. ബിസിനസ് അവസരം കിട്ടിയവരല്ല ചെയ്യുന്നത്, കിട്ടിയ അവസരത്തിന് പ്രയോജനപ്പെടുത്തവൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങളോട് പറയുന്നു, ആദ്യമായി പറയുകയാണ്, ഈ ബിസിനസ് അവസരം പ്രയോജനപ്പെടുത്തുക. ബിസിനസ് അവസരം ആരുടെയും നിർബന്ധത്തിനാണെങ്കിൽ കിട്ടിയിരിക്കാം. കിട്ടിയ അവസരം കൊണ്ടല്ല ചെയ്യിക്കുന്നത്, പ്രയോജനപ്പെടുത്തുക. പ്രയോജനപ്പെടുത്തുന്ന സമയത്ത് ആത്മാർത്ഥമായി പണിയെടുക്കണം. സത്യസന്ധമായി പറയുന്നു, ഈ ബിസിനസ്സിൽ വെറുതെ ഇരിക്കുന്ന ഒരു മണ്ണാങ്കട്ടിയിരിക്കുക. പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ വേറെ പണിക്ക് പോവുക. പണിയെടുക്കാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ മൈലേജ് സ്റ്റേജില് നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ കൂടുതൽ വരുമാനവും സമ്പത്തും എല്ലാം കിട്ടും. കിട്ടുമെന്ന് പറയുന്നതല്ല, വാങ്ങിക്കൊണ്ടാണ് പറയുന്നത്. എന്നെ പരിചയപ്പെട്ടില്ല. എന്റെ വീട് പെരുങ്ങോട്ട്, പാലക്കാട് ജില്ലയിൽ പെരുങ്ങോട്ട് കൃഷി എന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. ബസ് ഫെസിലിറ്റീസോ റോഡ് ഫെസിലിറ്റീസ് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത ഒരു ഗ്രാമം. പാലക്കാട് ജില്ല പെരുങ്ങോട്ട് കൃഷി പഞ്ചായത്ത് ആയ കൃഷി എന്നൊരു കൊച്ചു ഗ്രാമം. ബസ്സില്ല, ബസ് റൂട്ടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ കൂലിപ്പണിക്ക് പോകുന്ന മുത്തു, പാർവതി എന്ന ദിവസം തോറും 20 രൂപ എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ അമ്മ കൂലിപ്പണിക്ക് പോയത് 15 രൂപ കൂലിക്കാം. എന്റെ ചെറുപ്പത്തിൽ 15 റുപ്പീസ് കൂലിപ്പണിക്ക് പോയത് എന്റെ അമ്മ. എന്റെ അച്ഛൻ കൊടക്കാട് എന്ന സ്ഥലത്ത് തൈലം കാച്ചി, തൈലം മരം കയറി
തൈലത്തിന്റെ ഇല എടുത്ത് കാച്ചി തൈലം വിറ്റ് ഞങ്ങളെ പഠിപ്പിച്ചതാ. എനിക്കൊരു അനിയത്തി. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ബേസിക് ഇവിടെ ബാബുബായി സുഹൃത്ത് പറയുന്നുണ്ടായി, 4ാം ക്ലാസ് പഠിച്ച എനിക്ക് ഇന്നലെ വരാമെന്ന് പറഞ്ഞപ്പോ ഒരു നേരത്തെ ഭക്ഷണം പോലും പകരാത്ത ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾക്കും ഇവിടെ വരാൻ പറ്റും. അതിനൊന്ന് നിങ്ങളോട് പറയാനുള്ളൂ, ഈ നിങ്ങളോട് പറയുന്നു, നാളെ മുതൽ അതിതീവ്രമായ സ്വപ്നം കാണാം. സ്വപ്നം അതിതീവ്രമായി കാണാം. സ്വപ്നം എന്ന് പറയുമ്പോ കിടന്നു കാണുന്നതല്ല സ്വപ്നം. നിങ്ങൾ ഉറക്കം കെടുത്തുന്നത് എന്താണോ അതാണ് സ്വപ്നം. ആ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള സ്വപ്നം കാണാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ജയിക്കാം. അങ്ങനെ കണ്ടാൽ ജയിച്ചവന്ന് ഞാൻ പറഞ്ഞല്ലോ, അച്ഛൻ അമ്മ കൂലിപ്പണിക്ക് പോയി. എന്റെ അമ്മ പാടത്തും പറമ്പിലും നെല്ലും കളപറിച്ചും കറ്റ മെതിച്ചും അങ്ങനെ കൂലിപ്പണി എടുത്ത് പഠിപ്പിച്ചതാ. ഞാനും എന്റെ അനിയനും എനിക്ക് അനിയത്തി ഞങ്ങളുടെ സ്കൂളിൽ പോയത്, എന്റെ വീട്ടിൽ പശുവുണ്ട്. പശുവിന്റെ പാല് കറന്നുകൊണ്ട് വിറ്റിട്ടാ ബുക്ക് വാങ്ങി പഠിച്ചിരിക്കുന്നത്. നല്ല ഡ്രസ് ഇട്ട് ഞാൻ കോളേജിൽ പോയിട്ടില്ല, പുതിയ ഡ്രസ് ഇട്ട് സ്കൂളിൽ പോയിട്ടില്ല. ഇതെല്ലാം പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെറുതെ എനിക്ക് AC കിട്ടിയില്ല, ബിരിയാണി കിട്ടിയില്ല കുറ്റം പറഞ്ഞിട്ട് അറിയുന്നവരാണ്. ഈ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പറയാനുള്ളത്, ഞങ്ങൾ അത്രത്തോളം കഷ്ടപ്പാടിൽ നിന്നും വന്ന് സ്വപ്നങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ജയിച്ചതാണ്. അങ്ങനെയുള്ള കുടുംബത്തിൽ ഞങ്ങൾ ജനിച്ചു. അതിനുശേഷം ഞാൻ പെരുങ്ങോട്ടൂർ ഹൈസ്കൂൾ, പെരുങ്ങോട്ടൂർ പാലക്കാടിൽ ഏറ്റവും ടോപ്പ് മാർക്കോടുകൂടി പാസ്സായി. അതിനുശേഷം ഞാൻ ഒറ്റപ്പാലം NSS കോളേജ്, ഒറ്റപ്പാലം NSS കോളേജിലും BCom പഠിച്ചു. ഒറ്റപ്പാലം NSS കോളേജ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് മാർക്ക കോളേജിൽ എനിക്കായിരുന്നു. ഇത് മാർക്ക് കിട്ടിയ കഥയല്ല പറയുന്നത്. പക്ഷേ അതിനുശേഷം എനിക്ക് ഫ്യൂച്ചർ പഠനത്തിന് പോകാനുള്ള സാമ്പത്തികം ഇല്ലായിരുന്നു. കാരണം എന്താ അറിയോ, നല്ല ഡ്രസ് പോലെ ഇട്ടിട്ട് പോയിട്ട് സ്കൂളിലോട്ട് കോളേജിലോട്ട്. BCom ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സായി എനിക്ക് PGക്ക് പോകാൻ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ 300 രൂപ ചലനം ട്രഷറിയിൽ കെട്ടിയ സർട്ടിഫിക്കറ്റ് കിട്ടും. ആ 300 രൂപ പോലും കെട്ടാൻ പൈസ ഇല്ലാതെ, സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാൻ കഴിവില്ലാതെ പഠനം നിർത്തിയവിടെ ഞാൻ. 300 രൂപ ട്രഷറിയിൽ കെട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ലാതെ എന്റെ 2 സുഹൃത്തുക്കൾ കൃഷ്ണകുമാർ, കരുണാൽ 2 സുഹൃത്തുക്കൾ സർട്ടിഫിക്കറ്റ് തന്നെ. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഞാൻ പോയി തിരുപ്പൂരം പണിയെടുത്തു. ചായക്കടയിൽ പണിയെടുത്ത സമയത്തും ഈ ഇൻഡസ്ട്രിയിൽ മാനേജ്മെന്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യും, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കുകയും ആത്മാർത്ഥമായി ആരെയും പറ്റിക്കാതെയും ആരോട് നുണ പറയാതെയും ആരോട് കളവ് പറയാതെയും ആരെയും ബോധ്യപ്പെടുത്താതെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. നിങ്ങളോട് പറയുന്നു, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക. ഒറ്റ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ വിശ്വാസമുണ്ടോ? ഇറങ്ങി തിരിച്ചോ. ഒരാളെയും വിശ്വസിക്കേണ്ട, ഒരാളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ട. നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾ മാത്രം മുഖം കൂട്ടി വെച്ചുകൊണ്ട് നിങ്ങളുടെ സ്വപ്നം വല്ലാക്കിക്കൊണ്ട് ഇറങ്ങി തിരിച്ചോ. അങ്ങനെ സ്വപ്നം വെച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ല. ഇന്ന് 5 minutes 2 minutes ഇന്ന് അമ്മ കൂലിപ്പണിക്ക് പോയ സ്ഥലം, എന്റെ അമ്മ കൂലിപ്പണിക്ക് എവിടെയൊക്കെ, എന്റെ അമ്മ ഏതെല്ലാം പാടത്ത് ഏതെല്ലാം പറമ്പിൽ കാലെടുത്ത് വെച്ചിട്ടുണ്ടോ ആ പറമ്പ് മുതൽ സ്വന്തക്കാരിൽ എന്റെ അമ്മയാ. എന്റെ അമ്മയാ. കൊടക്കിനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത്, കൊടക്കിനാൽ തമിഴ്നാട്ടിലെ കൊടക്കിനാൽ അട്ടുവമ്പട്ടി എന്ന സ്ഥലത്ത് തൈലമരം കയറി തൈലത്തിന്റെ ഇല വെട്ടി വയറിൽ കാച്ചി വിറ്റത് എന്റെ അച്ഛൻ. ആ കൊടക്കിനാലിലെ എന്റെ അച്ഛൻ തൈലമരം വെച്ച സ്ഥലം ഇന്ന് സ്വന്തക്കാരൻ ഞാൻ, എന്റെ അനിയന. അച്ഛൻ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ കോത്തഗിരി എന്ന സ്ഥലത്ത്, തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഊട്ടി കോത്തഗിരി എന്ന സ്ഥലത്ത് ചായക്കട പണിയിൽ എന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മാവനായിരുന്നു. എന്നെ ഞാൻ വാങ്ങാൻ പൈസ തരുമായിരുന്നു. എല്ലാ വർഷവും സ്കൂൾ കിട്ടുന്ന സമയത്ത് എല്ലാ ആളുകളും വെക്കേഷൻ ചായക്കടയ്ക്ക് പഠിക്കുന്നു. അങ്ങനെ 10-12 വർഷമായിട്ട് പഠിച്ച അമ്മാവൻ ആ ചായക്കടയിൽ പണിയെടുത്തായിരുന്നു ഞാൻ 4 വർഷം. ഇന്ന് അതേ ചായക്കട അമ്മാവൻ പണി നിർത്തിക്കൊണ്ട് നീലഗിരി ഊട്ടിയിൽ നിന്നും വരുന്ന പച്ചക്കറി, കിഴങ്ങ്, കാരറ്റ്, ബീട്രൂട്ട്, വെളുത്തുള്ളി ഏറ്റവും കൂടുതൽ മേട്ടിപ്പാളയം മാർക്കറ്റിൽ
പറഞ്ഞത് എന്റെ തോട്ടത്തിൽ ചവിട്ടിന്ന്. ഇന്ന് എന്റെ അമ്മ എവിടെയാണോ പണിയെടുത്ത ആ സ്ഥലം സ്വന്തമായി ഇന്ന് എന്റെ അമ്മയുടെ പേരിനെ സ്വന്തമാക്കി മാറ്റിക്കൊണ്ട് ഈ ആ സ്ഥലത്ത് ഞാൻ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പകുതി പണി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഐലൻഡ്. എന്റെ വീട് എന്ന് പറഞ്ഞത് ചെറിയൊരു കൂരയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞങ്ങളെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മഴ പെയ്യുമ്പോ അമ്മ പാത്രം കൊണ്ടിങ്ങനെ നിൽക്കും. അമ്മ പാത്രം കൊണ്ടിങ്ങനെ നിൽക്കും. എന്തിനറിയോ? മക്കളുടെ മേലെ വെള്ളം വീഴാതിരിക്കാൻ കാത്തു ചട്ടിയും പാത്രം കൊണ്ട് ചുമരിൽ കൊണ്ട് വെക്കും. എന്നറിയോ? ഞാനും അനിയനും ഉറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം മഴ പെയ്ത ഒരു തുള്ളി വെള്ളം പുറത്തു പോകില്ലായിരുന്നു. വീട്ടിനകത്തായിരുന്നു. അങ്ങനെയുള്ളൊരു കൂരയായ വീട്ടിൽ ജനിച്ചവിടെ ഞാൻ. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയിലെ ഇന്ത്യൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഹിസ്റ്ററിയിലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചരിത്രത്തിൽ ഇന്ത്യയിൽ ഒരുത്തനും കെട്ടാത്ത വീട് ഞാൻ കെട്ടി. ഞാൻ വീട് കെട്ടുമ്പോ നാട്ടുകാർ പൊട്ടൻ അല്പന അർദ്ധരാത്രി ഒന്ന് കിട്ടിയാൽ പുറ പിടിക്കോട്ടോ. അല്പന അർദ്ധരാത്രി അമ്പതിന്റെ പുറം. ഞാൻ വീട് കെട്ടിയത് നാട്ടുകാരെ കാണിക്കാനല്ല. എന്റെ അസോസിയേഷൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇങ്ങനെ വീട് കെട്ടാനായിട്ട് ഞാൻ ഭൂമി കിട്ടി. ഒരു സിനിമ നടന്നേക്കാൾ കേരളത്തിലെ ഏറ്റവും മികച്ച സിനിമ നടന്നേക്കാൾ വലിയ വീട് 10,000 സ്ക്വയർ ഫീറ്റില് മണിമാലിയിൽ കെട്ടിയവരെ ഞാൻ. ഇന്ന് പാലക്കാട് ജില്ലയിൽ ഒരു രാജാവ് ഒരു അടിയുണ്ട്. ആ രാജാവിന്റെ അടി എന്റെ അച്ഛനും എന്റെ അമ്മയാ. നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പഠിപ്പിച്ചും നിങ്ങൾ പട്ടിണി ഇരുന്നും പട്ടിണി കടന്നും നിങ്ങളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി ഡ്രസ് വാങ്ങി തന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ കടം വാങ്ങി പഠിപ്പിച്ച് നിങ്ങൾക്ക് ലൈഫ് സെറ്റ് ചെയ്ത നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ബിസിനസ് ആത്മാർത്ഥതയോടെ ചെയ്യും. ബാബുമാരെ പറഞ്ഞു, 4ാം ക്ലാസ് പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഡിഗ്രിക്ക് ശേഷം പോയില്ല. എന്നും കരയും. ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായല്ലോ, പഠിക്കാനുള്ള വഴിയില്ല എന്നും കരയായിരുന്നു. ആ കരച്ച് ദൈവം കേട്ടു. ദൈവം കേട്ടുകൊണ്ട് അമേരിക്കയിൽ നിന്നും എന്നെ വിളിക്കുകയുണ്ടായി. ഡോക്ടർ മോഹൻ MBBS. അമേരിക്കയിൽ നിന്നും ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്നും തമിഴ്നാട്ടിൽ വന്നുകൊണ്ട് എനിക്ക് ഓണററി ഡോക്ടറേറ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തന്ന് അംഗീകരിച്ചു. ഇന്ന് എന്റെ നാട്ടിൻ പുറത്ത് സൈക്കിൾ പോലും പോകാറില്ല. ഫെസിലിറ്റീസ് ഇല്ല, റോഡില്ല, സൈക്കിൾ പോലും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു ഞാൻ. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് safest car in the world. ലോകത്തിലെ സേഫായ കാർ ഒന്നേയുള്ളൂ, വോൾവോ XC90. ആ രാജരഥത്തിലാ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്നുമില്ലാത്ത സാധാരണക്കാരന് ഈ ലെവൽ വരാനുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്റെ പിന്നിൽ നിന്ന് സ്വപ്നമായിരുന്നു. നിങ്ങളോട് പറയുന്നു, ആത്മാർത്ഥമായി സ്വപ്നം കാണുക. സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ കാണേണ്ട രീതി കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്താണോ പഠിച്ച ആ എഡ്യൂക്കേഷൻ അനുസരിച്ച് സ്വപ്നമല്ല കാണുന്നത്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ അതിനനുസരിച്ചുള്ള സ്വപ്നമല്ല കാണുന്നത്. ഇവിടെയാണോ പോകേണ്ടത് ആ സ്വപ്നം കാണുക. ആ സ്വപ്നം കണ്ട ശേഷം ആ സ്ഥലത്തിൽ പോയി ചേരാൻ എന്തൊക്കെ ക്വാളിറ്റി വേണോ ആ ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒന്ന് പറയുന്നു, നിങ്ങളെല്ലാം തയ്യാറാണ്, ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. റെഡിയാണോ? ആദ്യം റെഡി? ലാസ്റ്റ് എനിക്കറിയാം നിങ്ങൾ കാത്തിരിക്കുന്നത് എന്റെ സംസാരം കേൾക്കാനൊന്നും അല്ല. ക്ലൈമാക്സ് വരും, ഇപ്പൊ വരും. സോ ഒരു സീക്രട്ട് നമ്മൾ നിർത്തുന്നു. നിങ്ങളെല്ലാവരും തയ്യാറാണോ? ആ സ്വപ്നം നിങ്ങളെ വിഷനാക്കി മാറ്റുക. ഡേറ്റ് ഫിക്സ് ചെയ്യുക. ആ ഡേറ്റ് ഫിക്സ് ചെയ്ത ശേഷം അതിനെന്തൊക്കെ കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നു തീരുമാനിച്ച് ആ കഴിവ് ഉണ്ടാക്കിയെടുക്കുക. പല ട്രെയിനിങ്ങുകളും പല മീറ്റിങ്ങുകളും
പല ക്വാളിറ്റിയിലും പല യൂട്യൂബിലും പല ബുക്കുകളും പഠിച്ച് സ്വയം പര്യാപ്തരാവുക. ആരെയും ആശ്രയിക്കരുത്. നിങ്ങൾ ആരെങ്കിലും ആശ്രയിച്ച് ബിസിനസ് ചെയ്താൽ നിങ്ങൾ ലാസ്റ്റ് അവൻ ചവിട്ടി പുറത്താക്കും. ആരെയും ആശ്രയിക്കാതെ നിൽക്കുക. സ്വയം പഠിക്കുക, സ്വയം വളരുക. അങ്ങനെ പഠിക്കുന്ന വിഷയം ഉണ്ടാക്കുക. അതൊരു മിഷൻ, സ്ട്രാറ്റജി. നല്ല ആളുകളെ കൊടുക്കുക. റിലേഷൻഷിപ്പ് ബിൽഡ്. നിങ്ങളെക്കാൾ കഴിവുള്ളവരെ, നമ്മുടെ ഡയമണ്ട്സ് പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ കഴിവുള്ളവരെ കൂടെ കൂട്ടുക. അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരെ ചങ്കുകളാക്കുക, സഹോദരങ്ങളാക്കുക. അതിനുശേഷം ഒരു ലാസ്റ്റ് സീക്രട്ട് നാളെ മുതൽ നിങ്ങൾ ചെയ്യണം. എല്ലാവരും റെഡിയാണോ? വീട് വിട്ടിറങ്ങുക. അതിൽ കുളിക്കും. വീട് വിട്ടിറങ്ങുക മീൻസ് നമ്മുടെ കേരളത്തിലെ പ്രവാസികള് 5-10 വർഷം ദുബായിൽ പോയി കഷ്ടപ്പെടുന്നു. അറിയോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ, സ്വന്തമായ ഒരു വീട് കെട്ടാൻ 10 വർഷം വീട് വിട്ടിറങ്ങുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, 1 വർഷം വീട് വിട്ടിറങ്ങാൻ തയ്യാറാണോ? ഞങ്ങളൊക്കെ വർഷക്കണക്കിന് വീട് വിട്ടു പോയി വർഷത്തിൽ 2 പ്രാവശ്യം വീട്ടിൽ വരുള്ളൂ. എവിടെയാണോ ബിസിനസ് അവിടെ താമസിക്കും, അവിടെ വീട് വാടകയ്ക്ക് മാസത്തിന് താമസിക്കും. നനഞ്ഞടം തോണ്ടിക്കൊണ്ടേയിരിക്കും. വെള്ളം കിട്ടുന്നവർ തോണ്ടും, എന്നിട്ട് വേറെ പോകും. അങ്ങനെ വീട് വിട്ടിറങ്ങിയ ശേഷം വീട്ടുകാരോട് പറയണം. വീട്ടുകാരോട് പിണങ്ങിയിട്ടോ വഴക്കുണ്ടാക്കിയിട്ടല്ല വീട് വിട്ടിറങ്ങാൻ പറഞ്ഞ് മനസ്സിലാക്കി വലിയ വീട് കെട്ടുന്നു, സ്വപ്നം സാക്ഷാത്കരിക്കാൻ വീട് വിട്ടിറങ്ങുന്നു. വീട് വിട്ട് ഇറങ്ങിയ ശേഷം വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് എടുത്ത് താമസിക്കുക. റെഡി? എന്നിട്ട് 5 മണിക്ക് ഉണരുക. 5 മണിക്ക് ഉണർന്നിട്ട് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും ഈ ബിസിനസ് ഡെവലപ്മെന്റ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ആ പ്രവൃത്തി മാത്രം ചെയ്യുക. ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ക്യാരക്ടർ, എന്തൊക്കെ ബുദ്ധി, എന്തെല്ലാം ക്വാളിഫിക്കേഷൻ വേണോ അതൊക്കെ നേടിയെടുക്കുക. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യുക. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ട് വീട് വിട്ടിറങ്ങി രാത്രി 10 മണി കഴിഞ്ഞ 1 വർഷം 365 ദിവസം നിങ്ങൾ ചെയ്താൽ 100% ഗ്യാരണ്ടി നിങ്ങൾ ഏകദേശം ഇതിന്റെ പകുതി കടന്ന് ഈ ബാങ്കിന്റെ മുമ്പിൽ വന്നിരിക്കും. സോ ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെ മൈലേജ് കൈവിട്ട ചരിത്രമില്ല. പണിയെടുക്കുന്ന എല്ലാവർക്കും, ആത്മാർത്ഥമായി സ്നേഹിച്ച് മൈലേജ് കൊടുക്കുന്ന എല്ലാവർക്കും ഇനി വരുന്ന കാലഘട്ടത്തിൽ ബോബി സാർ പറയുകയുണ്ടായി, മോൻ സാറെ കേരളത്തിൽ മൈലേജ് വടി എടുത്തേ ഉള്ളൂ, ഇനി അടി തുടങ്ങാൻ പോകാമെന്ന് ബോബി സാർ പറയുന്നു. സോ നമ്മൾ കേരളം തകർക്കാൻ പോകുന്നു. And you go to South India when we have only one person at all as the blue diamond, and when he is the person, I think this makes the complete meaning to it. Ladies and gentlemen, can we have a big round of applause because ഞാൻ ബ്ലൂ ഡയമണ്ട് എന്റെ വരുമാനം എന്താണ് എന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ വരുമാനം എന്താണെന്ന്. ഞാൻ പറഞ്ഞേക്കാൾ കേരളത്തിൽ മൈലേജ് എല്ലാവർക്കും അറിയും. എന്റെ അനിയൻ UTC മനോജ്, അനിയന്റെ ഭാര്യ WTC, എന്റെ സിസ്റ്റർ എവിടെയോ ഇരിക്കുന്നത് ZTC. ഞങ്ങളുടെ കുടുംബം മുഴുവനും എല്ലാവരും ചേർന്ന് ഈ അടച്ച അങ്ങനെ പണം വാങ്ങിയിട്ടുണ്ടാവും പോലെ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ആക്ച്വലി ഇപ്പൊ മറ്റുള്ളവരുടെ കോട്ട് പറയുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കഥ പറയുകയല്ല. They are actually telling their stories and their content, which is very very rare. പക്ഷെ ഇതൊരു സിനിമയൊക്കെയുള്ള കഥയുണ്ട്. പാലക്കാട് ഒരു കുഞ്ഞു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഊട്ടി എത്തി നിൽക്കുന്നു, അമേരിക്ക എത്തിയിരിക്കുന്നു. അല്ലെ, ഒരു സിനിമയൊക്കെ നമുക്ക് തുടങ്ങിയത്. You think about it. You are going to produce. You are going to act. Yeah, we can act maybe. പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഒരു ചുക്കം കിട്ടുന്നില്ല, മൈലേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. ആത്മാർത്ഥമായിട്ട് സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. പക്ഷേ this is an extreme. Ladies and gentlemen, once again a big round of applause to him. ഇവിടെയുള്ള എല്ലാവരെയും സ്വപ്നം കാണാൻ വീണ്ടും പ്രേരിപ്പിക്കുന്നത്. Thanks a lot for joining. Yes, ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഏറ്റവും അവസാനം പറഞ്ഞ സീക്രട്ട്
വീഡിയോ ഇട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു. എന്ന് വീട്ടിൽ നിന്ന് വന്നവർ തിരിച്ച് വീട്ടിൽ പോകണം. പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഇറങ്ങിക്കോ.